നമസ്കാരം. മഹാത്മാഗാന്ധിയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശവുമാണ്. ആ ജീവിതത്തിലെ പരാജയങ്ങൾ പോലും മാനവരാശിക്ക് വലിയ പാഠങ്ങളാണ്. ഒരുപക്ഷെ ആ പരാജയങ്ങൾ അത്രമേൽ സത്യസന്ധമായി ലോകത്തോട് പറഞ്ഞ മറ്റൊരു ലോകാചാര്യൻ തന്നെ നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് അദ്ദേഹം കൊടുത്ത തലക്കെട്ട് തന്നെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്നാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തിറങ്ങുന്നത് 1927 അന്ന് അദ്ദേഹം ജീവിതം പാതിയിലെത്തിയിട്ടേ ഉള്ളൂ. പിന്നെയും 21 കൊല്ലം ജീവിച്ചിട്ടാണ് 1948 അദ്ദേഹം രക്തസാക്ഷിയാവുന്നത്. നമുക്കറിയാം. ഈ പുസ്തകത്തിലെ എല്ലാ മലയാളികളും എല്ലാ ഇന്ത്യക്കാരും നിർബന്ധമായി വായിച്ചിരിക്കേണ്ട, ഒരുപക്ഷെ മിക്കവരും വായിച്ചിരിക്കാൻ ഇടയുള്ള ഒരു പുസ്തകത്തിലെ ഒരു അധ്യായം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ആത്മനിന്ദ തോന്നിയ, മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ലജ്ജാകരമായി തോന്നിയ, ഏറ്റവും വലിയ നാണക്കേടായി തോന്നിയ ഒരു സംഭവത്തെ എത്രമേൽ സത്യസന്ധമായി അദ്ദേഹം വിവരിക്കുന്നുവെന്ന് കാണിക്കാനാണ്. അതുവഴി അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഓരോ ഇന്ത്യക്കാരനും വായിച്ചിരിക്കണം എന്ന് നിർദ്ദേശിക്കാനുമാണ്. ഈ പുസ്തകത്തിലെ 9ാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ അച്ഛൻ്റെ മരണവും എൻ്റെ ഇരട്ട ലജ്ജാഭാരവും എന്നാണ്. ഈ അധ്യായത്തിൽ എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ചാണ്. മഹാത്മാഗാന്ധിയുടെ അച്ഛനെ നമുക്കൊക്കെ പരിചയമുണ്ട്. അദ്ദേഹത്തെ പേര് നമുക്ക് നന്നായിട്ട് അറിയാം. കരംചന്ദ് ഗാന്ധി എന്നാണ് അച്ഛൻ്റെ പേര്. അമ്മ പുത്ലിബായി ആയിരുന്നു. എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പേരാണ്. ആ അച്ഛനമ്മമാർക്ക് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. ലക്ഷ്മിദാസ് ഗാന്ധി, കർസന്തദാസ് ഗാന്ധി, മോഹൻദാസ് ഗാന്ധി എന്ന് 3 ആൺമക്കളും റാലിയത് ബെൻ എന്ന ഒരു പെൺകുട്ടിയും. എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിക്ക് 2 ചേട്ടന്മാരും ഒരു പെങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആ അവരുടെ അച്ഛൻ്റെ മരണം നടക്കുന്നത് 1885 നവംബർ 16 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായ വർഷമാണത് എന്നതൊരു യാദൃച്ഛികതയായിരിക്കാം. എങ്കിലും 1885 നവംബർ 16 ഉണ്ടായ ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ 9ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ആ സംഭവം എന്താണ് എന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറയുന്നത്, നേരിട്ട് വായിക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ഈ ആത്മകഥ വന്നത് നമുക്കറിയാം. അത് പ്രധാനപ്പെട്ട ഓർമ്മ വേണ്ടതാണ്. ആ ആത്മകഥ അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയായ ഗുജറാത്തി ഭാഷയിലാണ്. അന്ന് തന്നെ അത് മഹാദേവ ദേശായി എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പരിഭാഷപ്പെടുത്തിയിട്ട് ഇംഗ്ലീഷിലും വന്നു. രണ്ടും വന്നത് മഹാത്മാഗാന്ധി തന്നെ നേരിട്ട് നടത്തിയിരുന്ന 2 പത്രങ്ങളിലാണ്. ഒന്ന് നവജീവൻ എന്ന ഗുജറാത്തി പത്രത്തിലാണ് ആദ്യമായി ഗുജറാത്തിയിൽ വന്നത്. അതേ കാലത്ത് തന്നെ ഗാന്ധിജി തന്നെ നേരിട്ട് നടത്തിയിരുന്ന യങ് ഇന്ത്യയിലാണ് ഇംഗ്ലീഷിൽ വന്നത്. ഈ രണ്ടിലും പറയുന്ന ഈ 9ാമത്തെ അധ്യായം എന്താണ്? ഓരോ കൊച്ചുകുട്ടിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠമായിരിക്കേണ്ട മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ ഇരട്ട നാണക്കേട് എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന സംഭവം എന്താണെന്ന് ഞാൻ നേരിട്ട് ആ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. ആ ഭയാനക രാത്രി വന്നു. എൻ്റെ ഇളയച്ഛൻ അപ്പോൾ രാജ്കോട്ടിലുണ്ടായിരുന്നു. അച്ഛന് രോഗം കൂടുതലാണെന്ന് കേട്ട് അദ്ദേഹം രാജ്കോട്ടിൽ നിന്ന് വന്നത് എനിക്ക് നേരിയ ഓർമ്മയുണ്ട്. ഈ സഹോദരന്മാരുടെ സ്നേഹബന്ധം ആഴമേറിയതായിരുന്നു. ഇളയച്ഛൻ പകൽ മുഴുവൻ അച്ഛൻ്റെ അടുത്തിരിക്കും. രാത്രി ഞങ്ങളെയെല്ലാം ഉറങ്ങാൻ അയച്ചിട്ട് അച്ഛൻ്റെ കട്ടിലിന് അരികെ കിടക്കും. ഏതു സമയവും അന്ത്യം പ്രതീക്ഷിക്കാമായിരുന്നെങ്കിലും അത് അവസാനത്തെ രാത്രിയാകുമെന്ന് ഞങ്ങൾ ആരും സ്വപ്നേബി വിചാരിച്ചില്ല. രാത്രി 10:30 11 ആയിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ കാലു തടവിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒഴിവ് തരാൻ ഇളയച്ഛൻ തയ്യാറായി. സന്തോഷത്തോടെ ഞാൻ കിടപ്പുമുറിയിലേക്ക് പോയി. എൻ്റെ പാവം ഭാര്യ ഗർഭിണിയാണ്. അന്ന് അവൾ നല്ല ഉറക്കവുമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ഉള്ളപ്പോൾ അവൾക്കങ്ങനെ ഉറങ്ങാമോ? ഞാൻ അവളെ ഉണർത്തി. 5-6 മിനിറ്റിനകം ഭൃത്യൻ വാതിൽക്കൽ മുട്ടി. ഞാൻ ഞെട്ടിപ്പോയി. എഴുന്നേൽക്കൂ, അച്ഛന് വളരെ കൂടുതലാണ്, അവൻ പറഞ്ഞു. അച്ഛന് വളരെ കൂടുതലാണെന്ന് എനിക്കറിയാം. അതിനാൽ വളരെ കൂടുതൽ കൊണ്ട് അപ്പോഴുദ്ദേശിച്ച അർത്ഥം വേഗം പിടികിട്ടി. ഞാൻ കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. എന്താ കാര്യം, പറയൂ. അച്ഛൻ പോയി. അങ്ങനെ എല്ലാം അവസാനിച്ചു. ഞാൻ കൈവിരൽ ഞെരിച്ചു. കടുത്ത ലജ്ജയും ദുഃഖവും കൊണ്ട് തളർന്നു. അച്ഛൻ്റെ മുറിയിലേക്ക് ഓടി. മൃഗീയ വികാരം എന്നെ അന്ധനാക്കിയിരുന്നില്ലെങ്കിൽ അച്ഛൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹത്തെ വേർപെട്ടിരിക്കുകയെന്ന യാതന എന്നെ ഒഴിഞ്ഞു പോകുമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവസാനം വരെ ഞാൻ കാൽ തടവിക്കൊണ്ടിരുന്നെങ്കിൽ അദ്ദേഹം എൻ്റെ കയ്യിൽ കിടന്ന് മരിക്കുമായിരുന്നു. ഇപ്പോൾ ആ സൗഭാഗ്യം എൻ്റെ ഇളയച്ഛനാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് തൻ്റെ ജ്യേഷ്ഠനോട് കടുത്ത ഭക്തിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അടുത്തിരുന്ന് അന്ത്യശുശ്രൂഷകൾ ചെയ്യാൻ സാധിച്ചു എന്ന ബഹുമതിക്ക് അദ്ദേഹം അർഹനാണ്. തുടർന്ന് അടുത്ത പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു: അച്ഛൻ്റെ മരണാവസരത്തിൽ പോലും ഞാൻ കാമാസക്തിക്ക് ഇരയായി പോയി. ഈ കറ എനിക്കൊരിക്കലും മായ്ച്ചു കളയാനോ മറക്കാനോ കഴിഞ്ഞിട്ടില്ല. അച്ഛനമ്മമാരോടുള്ള എൻ്റെ ഭക്തി അതിരറ്റതായിരുന്നിട്ടും
അതിനായി എന്തും ത്യജിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നിട്ടും അത് അക്ഷന്തവ്യമാമിധം അപര്യാപ്തമായിരുന്നു എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അതേസമയം എൻ്റെ മനസ്സ് വിഷയാസക്തിയുടെ പിടിയിലായിരുന്നു. അതുകൊണ്ട് ഭാര്യയോട് വിശ്വസ്തനെങ്കിലും കാമാന്ധനായ ഒരു ഭർത്താവായിട്ടാണ് ഞാൻ എപ്പോഴും എന്നെ കണക്കാക്കിയിട്ടുള്ളത്. കാമാന്ധതയുടെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ എനിക്ക് വളരെ കാലം വേണ്ടി വന്നു. അതിനു മുമ്പ് പല അഗ്നിപരീക്ഷകളും നേരിടേണ്ടിയും വന്നു. എൻ്റെ ഭാര്യ ജന്മം നൽകിയ ആ പാവം കുഞ്ഞ് 3-4 ദിവസത്തിലധികം ജീവിച്ചില്ലെന്നുകൂടി എൻ്റെ ഇരട്ട നാണക്കേടിനെക്കുറിച്ചുള്ള ഈ അധ്യായം അവസാനിപ്പിക്കും മുമ്പ് പറഞ്ഞു വെക്കട്ടെ. മറ്റൊന്നും പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. വിവാഹിതരായ എല്ലാവർക്കും എൻ്റെ ഈ അനുഭവം ഒരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് തൻ്റെ ആത്മകഥയിലെ 9ാമത്തെ അധ്യായം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. 3 ദുഃഖങ്ങളാണ് ഇരട്ട എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും 3 സങ്കടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ നയിച്ച ഒരു കുറ്റബോധം. അത് മറ്റൊന്നുമല്ല, ഒന്ന്, തൻ്റെ പിതാവിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ കൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. പിതാവിനോട് അങ്ങേയറ്റത്തെ ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്നിട്ടും ആ നിമിഷം വരെ പിതാവിനെ പരിചരിച്ചിട്ടും പിതാവിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അതിന് കാരണമായി തീരുന്നത് തൻ്റെ ഭാര്യയോടും അത്യഗാധമായ ലൈംഗിക ആസക്തിയായിരുന്നു. പ്രധാനപ്പെട്ടൊരു കാരണം, ഗർഭിണിയായിരുന്നിട്ടും ഉറങ്ങിക്കഴിഞ്ഞിട്ടും അവരെ ഉണർത്തി അവരുമായി അവരെ പ്രാപിക്കാൻ കാണിച്ച ഒരു വിഷയാസക്തി ഉണ്ടല്ലോ, കാമാസക്തി ഉണ്ടല്ലോ, അത് അദ്ദേഹത്തെ വലിയ കുറ്റബോധത്തിലേക്ക് നയിച്ചു. 3ാമത്തെ കാര്യം, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ആ ബന്ധത്തിൽ ഗർഭിണിയായ ഭാര്യ പിന്നീട് പിറന്ന കുഞ്ഞിന് ആയുസ്സും ഉണ്ടായില്ല. ഈ 3 സങ്കടങ്ങളാണ് അദ്ദേഹത്തെ നയിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ മനുഷ്യർക്കും ആത്മനിയന്ത്രണം എന്ന ഒരു നിർണായകമായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഇച്ഛാശക്തി ഉണ്ടാവണം എന്നതാണ് ഇതിൻ്റെ പാഠം. ഫിസ്റ്റുലയായിരുന്നു അച്ഛൻ്റെ രോഗം. അച്ഛൻ അന്ന് മരിച്ചു എന്നതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രതിജ്ഞ അദ്ദേഹം എടുക്കുന്നത് അങ്ങനെയാണ്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1906 എന്നാണ് എൻ്റെ ഓർമ്മ, അന്ന് മുതൽ അദ്ദേഹം സ്വയം ബ്രഹ്മചാരിയായി പ്രഖ്യാപിക്കുകയും ഭാര്യയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും സൂക്ഷിക്കാതെ പിന്നീടുള്ള 42 കൊല്ലം അക്ഷരാർത്ഥത്തിൽ സ്ത്രീ സമ്പർക്കം എന്ന് വെച്ചാൽ ലൈംഗികമായ സമ്പർക്കമില്ലാതെ ജീവിച്ചു മരിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം. തൻ്റെ ആത്മകഥയ്ക്ക് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പേര് കൊടുത്ത കൂട്ടത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം ഒരുപക്ഷെ അദ്ദേഹം നേരിട്ടത് തൻ്റെ കാമം എന്ന വികാരത്തെ അടക്കാനുള്ള ആ വല്ലാത്ത പരീക്ഷണം തന്നെയായിരുന്നു. ആ പരീക്ഷണം ശരിയായിരുന്നു തെറ്റായിരുന്നു തുടങ്ങിയ വ്യാഖ്യാനങ്ങളൊക്കെ പലതരത്തിലും ലഭ്യമാണ്. അതിനൊക്കെയുള്ള സാധ്യതകൾ അവശേഷിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ ദൃഢപ്രതിജ്ഞ, ഉഗ്രമായ ഒരു ശപഥമുണ്ടല്ലോ, ഞാൻ ബ്രഹ്മചാരിയായിരിക്കുമെന്ന ശപഥം, ആ ശപഥത്തിലേക്ക് നയിച്ചതും ജീവിതത്തിൻ്റെ ഈ കൗമാരകാലത്തുണ്ടായ 16 വയസ്സേ ഉള്ളൂ അച്ഛൻ മരിക്കുമ്പോൾ എന്നോർക്കണം. അദ്ദേഹം നേരത്തെ കല്യാണം കഴിച്ചതുകൊണ്ടാണ്. ചെറുപ്പത്തിൽ ബാല്യവിവാഹം നടത്തിയ കൂട്ടത്തിലാണ് അദ്ദേഹം. രണ്ടുപേരും അന്ന് ഏതാണ്ട് ബാലന്മാരെന്നോ കൗമാരക്കാരെന്നോ ഒക്കെ പറയാവുന്ന ഒരു പ്രായമാണ്. എന്തായാലും മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹത്തെ പിന്തുടർന്ന, അദ്ദേഹത്തെ വേട്ടയാടിയ ഈ കുറ്റബോധം, ഈ ആത്മനിന്ദ, ഈ നാണക്കേട്, ഈ ഇരട്ട ലജ്ജാഭാരം മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യർക്കും ഓർമ്മയുള്ള കാലത്തോളം വലിയ പാഠമാണ്. അതാണ് മഹാത്മാഗാന്ധി. സത്യമാണ് അദ്ദേഹത്തിൻ്റെ ദൈവം. ആ സത്യം യാതൊരു മറയുമില്ലാതെ ലോകത്തോട് പറഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. മഹാത്മാഗാന്ധിയെ ഒരു വലിയ പാഠമായി, ഗുരുവായി ഓർക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.